ഏകദേശം 1 മാസത്തോളമായി തോന്നുന്നുണ്ട് ഞാൻ ഈ സ്നെയിൽ എസെൻസും ക്രീമും റെറ്റിനോൾ ഷോട്ടൊക്കെ വാങ്ങി വെച്ചിട്ട്. പക്ഷേ മെയിൻ സാധനമായിട്ടുള്ള സൺസ്ക്രീൻ വാങ്ങാനായിട്ട് വിട്ടുപോയി. ഇപ്പോൾ ലാസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാമെന്ന്. അത് ബേസ് ചെയ്തിട്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇൻബോക്സിൽ വന്നിട്ടായാലും കമൻസിൽ വന്നിട്ടായാലും ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പേരുടെ റിവ്യൂവും അതേപോലെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് എൻ്റെ സ്കിന്നിലെല്ലാനും ചേരുമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ സ്കിന്നിൽ പാച്ച് ടെസ്റ്റ് വരെ നടത്തിയിട്ടാണ് ഈ പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഈ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയാനായിട്ട് റൊട്ടീനൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ വീട്ടിൽ തന്നെ പാലും കുറച്ച് കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരു 2 a വീക്കൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലാണ്ട് വേറൊരു സ്കിൻ കെയർ റൊട്ടീൻ എനിക്കില്ല. എൻ്റെ ഫേസിൽ ഓൾറെഡി കുറച്ച് പിമ്പിൾസ് വന്ന് പൊട്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ട്. കുറച്ചല്ല, അത്യാവശ്യം ഓപ്പൺ പോഴ്സ് ഉണ്ട്. പിന്നെ സ്കിൻ കെയർ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ആലോചിച്ച അവസാനം ഞാൻ തേടിപ്പിടിച്ച് കുറേ തപ്പിപ്പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു റൊട്ടീൻ ചൂസ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും എങ്ങനെയാണ് റിസൾട്ട് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിവ്യൂ പറയാം കേട്ടോ. നല്ലതാണേലും മോശമാണേലും ഞാൻ എന്തായാലും റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് തന്നെ ക്ലെൻസ് ചെയ്തതിന് ശേഷം എസെൻസും പിന്നെ ക്രീമുമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ പറ്റാമെന്ന് വിചാരിച്ചു. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഇറിറ്റേഷൻ ഇച്ചിങ് ഒന്നും തോന്നിയൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീനാണ്. ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അതായത് സ്നെയിൽ എസെൻസും ക്രീമും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ്, ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീനാണ്. അത് ഏത് തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല, അവനവൻ ആപ്റ്റ് ആവുന്നത് തിരഞ്ഞെടുത്താൽ മതിയാവും. 2 finger മെത്തേഡ് ആണ് എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ റെറ്റിനോൾ ഷോട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ആഴ്ചയിൽ 2 ദിവസമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇച്ചിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല ദൈവഭാഗ്യത്തിന്. അത് റെറ്റിനോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നെക്സ്റ്റ് ഡേ സൺസ്ക്രീൻ മസ്റ്റാണ്. ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം റിസൾട്ട് എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. ഒരു 1 month നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എല്ലാം ചടപടയെന്ന് എന്തായാലും ആവില്ലല്ലോ. കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാലില്ലെങ്കിലും ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് റിസൾട്ട് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.